എല്ലാവർക്കും നമസ്കാരം. മീനു ടോക്കീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. KSRTCയിൽ ജോലി ആഗ്രഹിക്കുന്നവർക്ക് ഇപ്പോൾ അവസരം വന്നിട്ടുണ്ട്. KSRTC സ്വിഫ്റ്റിലേക്കാണ് അവസരമുള്ളത്. താല്പര്യമുള്ളവർക്ക് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാം. ഡീറ്റെയിൽസ് നോക്കാം. ഡെയിലി ഇതുപോലുള്ള ജോബ് വേക്കൻസികൾ അറിയാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. KSRTC സ്വിഫ്റ്റിലേക്കാണ് ജോബ് വേക്കൻസി ഉള്ളത്. തസ്തിക ഡ്രൈവർ കം കണ്ടക്ടറാണ്. KSRTC സ്വിഫ്റ്റിൻ്റെ ഉടമസ്ഥതയിലുള്ള ബസ്സുകൾ സർവീസ് നടത്തുന്നതിനായി ഡ്രൈവർ കം കണ്ടക്ടർ തസ്തികയിലേക്ക് കരാർ വ്യവസ്ഥയിൽ അപേക്ഷകൾ ക്ഷണിക്കുന്നു. കരാറിനൊപ്പം നിങ്ങൾ 30,000 രൂപയുടെ സെക്യൂരിറ്റി ഡിപ്പോസിറ്റും നൽകേണ്ടതാണ്. ഈ തുക താൽക്കാലിക സേവനത്തിൽ ഉള്ളിടത്തോളം കാലം സെക്യൂരിറ്റി ഡിപ്പോസിറ്റായി നിലനിൽക്കുന്നതാണ്. ഇയാൾ സ്വയം പിരിഞ്ഞു പോവുകയോ 56 വയസ്സ് പൂർത്തീകരിച്ച് താൽക്കാലിക സേവനത്തിൽ നിന്ന് റിട്ടയർ ചെയ്യുകയോ ചെയ്യുന്ന മുറയ്ക്ക് ഈ തുകയിൽ ഇയാളിൽ നിന്ന് ഏതെങ്കിലും വിധത്തിൽ നാശനഷ്ടം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ തുക കിഴിവ് ചെയ്ത് തിരികെ നൽകുന്നതാണ്. അതായത് നിങ്ങൾ കൊടുക്കുന്ന 30,000 രൂപയിൽ നിന്ന് നഷ്ടമൊന്നും ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ അത്ര എമൗണ്ട് തന്നെ തിരിച്ചു കിട്ടുന്നതായിരിക്കും. അല്ലെങ്കിൽ ആ എമൗണ്ട് കുറച്ചിട്ട് ബാക്കിയുള്ള എമൗണ്ട് പിരിഞ്ഞു പോകുന്ന സമയത്ത് തിരിച്ചു കിട്ടുന്നതായിരിക്കും. KSRTC സ്വിഫ്റ്റിൻ്റെ സേവന വ്യവസ്ഥകൾ അംഗീകരിക്കുന്നതിന് സമ്മതമുള്ള KSRTCയുടെ നിലവിലെ ജീവനക്കാർക്കും അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. KSRTC ജീവനക്കാർക്ക് സെക്യൂരിറ്റി ഡിപ്പോസിറ്റ് ബാധകമല്ല. ഇനി എന്തൊക്കെയാണ് യോഗ്യത വേണ്ടതെന്ന് നോക്കാം. ഉദ്യോഗാർത്ഥി MV ആക്ട് പ്രകാരമുള്ള ഹെവി ഡ്രൈവിംഗ് ലൈസൻസ് കരസ്ഥമാക്കിയിരിക്കണം. തിരഞ്ഞെടുക്കപ്പെട്ടാൽ മോട്ടോർ വാഹന വകുപ്പിൽ നിന്നും നിശ്ചിത സമയത്തിനുള്ളിൽ കണ്ടക്ടർ ലൈസൻസും കരസ്ഥമാക്കുകയും വേണം. അംഗീകൃത ബോർഡ് അല്ലെങ്കിൽ സ്ഥാപനത്തിൽ നിന്ന് 10ാം ക്ലാസ് പാസ്സായിരിക്കണം. 30-ലധികം സീറ്റുകളുള്ള ഹെവി പാസഞ്ചർ വാഹനങ്ങളിൽ 5 വർഷത്തിൽ കുറയാത്ത ഡ്രൈവിങ്ങിലുള്ള പ്രവൃത്തി പരിചയവും ആവശ്യമാണ്. അപ്പോൾ ഇതാണ് യോഗ്യത വേണ്ടത്. ഹെവി ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടായിരിക്കണം, 10ാം ക്ലാസ് പാസ്സായിരിക്കണം, 30-ലധികം സീറ്റുകളുള്ള ഹെവി പാസഞ്ചർ വാഹനങ്ങൾ ഓടിച്ച് 5 വർഷത്തിൽ കുറയാത്ത പ്രവൃത്തി പരിചയം ഉണ്ടായിരിക്കണം. പ്രായപരിധി 25 മുതൽ 55 വയസ്സ് വരെയാണ്. ഇനി വാഹനങ്ങളുടെ പ്രവർത്തനത്തെ പറ്റിയുള്ള അറിവും വാഹനത്തിലുണ്ടാകുന്ന ചെറിയ തകരാറുകൾ കണ്ടെത്തി പരിഹരിക്കാനുള്ള അറിവും ഉണ്ടെങ്കിൽ മുൻഗണന ലഭിക്കുന്നതായിരിക്കും. സർവീസുകളിൽ MV ആക്ട് അനുശാസിക്കുന്ന വ്യവസ്ഥകൾക്കനുസൃതമായി 10 മണിക്കൂർ വരെ ജോലി ചെയ്യുവാൻ ആവശ്യമായ ആരോഗ്യവും കാഴ്ചശക്തിയും ഉണ്ടായിരിക്കണം. സിവിൽ സർജൻ റാങ്കിൽ കുറയാത്ത സർക്കാർ ഡോക്ടറിൽ നിന്നും നേത്രരോഗ വിദഗ്ധനിൽ നിന്നും ലഭ്യമായ സർട്ടിഫിക്കറ്റുകൾ ഹാജരാക്കേണ്ടതാണ്. മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഹാജരാക്കണം. ഒരു കണ്ടക്ടർക്ക് ആവശ്യമായ സാമാന്യ കണക്കുകൾ കൂട്ടാനും കുറയ്ക്കാനും ഗുണിക്കാനും ഹരിക്കാനും അറിവുണ്ടായിരിക്കണം. മലയാളവും ഇംഗ്ലീഷും എഴുതാനും വായിക്കാനും അറിവുണ്ടായിരിക്കണം. തിരഞ്ഞെടുക്കപ്പെടുന്ന അപേക്ഷകർ KSRTC സ്വിഫ്റ്റുമായി നിർദ്ദിഷ്ട കരാറിൽ ഏർപ്പെടുന്നതിനോടൊപ്പം പലിശയില്ലാത്ത റീഫണ്ട് ചെയ്യുന്ന കരുതൽ നിക്ഷേപമായി നമ്മൾ നേരത്തെ പറഞ്ഞ സെക്യൂരിറ്റി ഡിപ്പോസിറ്റാണ് ചെയർമാൻ ആൻഡ് മാനേജിംഗ് ഡയറക്ടർ KSRTC സ്വിഫ്റ്റിൻ്റെ പേരിലെടുത്ത 30,000 രൂപയുടെ ഡിമാൻഡ് ഡ്രാഫ്റ്റും സമർപ്പിക്കേണ്ടതാണ്. DD ആയിട്ടാണ് എമൗണ്ട് കൊടുക്കേണ്ടത്. ഒരു കണ്ടീഷനുണ്ട്. വിജയകരമായി ട്രെയിനിങ് പൂർത്തിയാക്കുന്നവർ നിർബന്ധമായും KSRTC സ്വിഫ്റ്റിൽ 2 വർഷം സേവനം അനുഷ്ഠിക്കേണ്ടതാണ്. അല്ലാത്ത പക്ഷം സെക്യൂരിറ്റി ഡിപ്പോസിറ്റ് തിരികെ കിട്ടുന്നതല്ല. അതായത് 2 വർഷമെങ്കിലും ജോലി ചെയ്താൽ മാത്രമേ നിങ്ങൾ കൊടുത്ത 30,000 രൂപ തിരിച്ചു കിട്ടത്തുള്ളൂ. തിരഞ്ഞെടുക്കപ്പെടുന്ന ഉദ്യോഗാർത്ഥികൾ സ്വന്തം താമസ സ്ഥലത്തുള്ള പോലീസ് സ്റ്റേഷനിൽ നിന്നും പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് PCC 10 ദിവസത്തിനകം ഹാജരാക്കിയിരിക്കണം. ഇതാണ് അതർ കണ്ടീഷൻസൊക്കെ വരുന്നത്. ഇനി സെലക്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ആപ്ലിക്കേഷൻസ് ഷോർട്ട് ലിസ്റ്റ് ചെയ്തിട്ട് സെലക്ഷൻ കമ്മിറ്റി നടത്തുന്ന എഴുത്തു പരീക്ഷ പാസ്സായിരിക്കണം. എഴുത്തു പരീക്ഷയിൽ പാസ്സായവർ സെലക്ഷൻ കമ്മിറ്റി നടത്തുന്ന ഡ്രൈവിംഗ് ടെസ്റ്റ് പാസ്സായിരിക്കണം. അത് കഴിഞ്ഞിട്ട് ഇൻ്റർവ്യൂ ഉണ്ട്. നിങ്ങൾക്ക് ശമ്പളം കൂടാതെ ഇൻസെൻറ്റീവ്, അലവൻസ്, ബാറ്റയൊക്കെ ലഭിക്കുന്നതായിരിക്കും. ഇനി അപേക്ഷിക്കേണ്ടത് എങ്ങനെയാണെന്ന് നോക്കാം. അപേക്ഷയോടൊപ്പം വിദ്യാഭ്യാസ യോഗ്യത, പ്രവൃത്തി പരിചയം, വയസ്സ് എന്നിവ തെളിയിക്കുന്ന സ്വയം സാക്ഷ്യപ്പെടുത്തിയ സർട്ടിഫിക്കറ്റുകളുടെ പകർപ്പുകൾ, പാസ്പോർട്ട് സൈസ് ഫോട്ടോ തുടങ്ങിയവ ഉൾപ്പെടുത്തി സെപ്റ്റംബർ 15 വൈകുന്നേരം 5 മണിക്ക് മുമ്പായി www.cmd.kerala.gov.in എന്ന വെബ്സൈറ്റിൽ
ഓൺലൈനായിട്ട് അപേക്ഷിക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ടത് ഓൺലൈനായിട്ടാണ്. അപ്ലൈ ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ് സെപ്റ്റംബർ 15 വൈകുന്നേരം 5 മണി വരെയാണ്. ഇനി ദിവസവേതനം എങ്ങനെയാണെന്ന് നോക്കാം. ദിവസവേതന വ്യവസ്ഥയിൽ തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് 8 മണിക്കൂർ ഡ്യൂട്ടിക്ക് 715 രൂപയായിരിക്കും ലഭിക്കുന്നത്. സൈൻ ഇൻ ആൻഡ് സൈൻ ഓഫ് അടക്കമുള്ള 8 മണിക്കൂർ ഡ്യൂട്ടിക്ക് ശേഷമുള്ള അധിക സമയ അലവൻസ് 1 മണിക്കൂറിന് 130 രൂപ എന്ന നിരക്കിൽ അധിക പ്രവൃത്തി ചെയ്യുന്ന സമയത്ത് ആനുപാതികമായി നൽകുന്നതാണ്. 5 മണിക്കൂറിന് മുകളിൽ നിങ്ങൾ വീണ്ടും ജോലി ചെയ്യാനുണ്ടെങ്കിൽ അടുത്ത ഡ്യൂട്ടി ആയിട്ടായിരിക്കും പരിഗണിക്കുന്നത്. പ്രതിദിനം 1 ഡ്യൂട്ടിയും ആഴ്ചയിൽ 1 വീക്ക്ലി ഓഫും മാത്രമേ അനുവദിക്കുകയുള്ളൂ. ഡെയിലി വേജ് 715 രൂപയാണ് 1 ഡ്യൂട്ടിക്ക്. പിന്നെ കിലോമീറ്റർ അലവൻസ്, നൈറ്റ് അലവൻസ്, കളക്ഷൻ ബാറ്റ എന്നിവയ്ക്ക് അർഹത ഉണ്ടായിരിക്കുന്നതാണ്. PF മറ്റ് ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതാണ്. ഇതൊക്കെ സേവന വ്യവസ്ഥകളാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ. KSRTC സ്വിഫ്റ്റിൽ ഡ്രൈവർ കം കണ്ടക്ടറായിട്ട് ജോലി ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ഈ പറഞ്ഞ യോഗ്യതയൊക്കെ ഉണ്ടെങ്കിൽ ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ്. അപേക്ഷാ ഫീസൊന്നുമില്ല. താല്പര്യമുള്ളവർ ഓൺലൈനായിട്ട് അപേക്ഷിക്കുക. ഡെയിലി ഇതുപോലുള്ള ജോബ് വേക്കൻസികൾ അറിയാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ നന്ദി.